നമസ്കാരം. അൻവർ MLA പിണക്കാനോ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, ADGP അജിത് കുമാർ എന്നിവർക്കെതിരെ നടപടിയെടുക്കാനോ ആകാതെ ഊരാക്കുടുക്കിലായി നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ക്രമസമാധാന ചുമതലയുള്ള ADGPക്കുമെതിരെയുള്ള ആരോപണങ്ങൾ തന്നിലെത്തുമെന്നതിനാൽ അന്വേഷിക്കാനാകില്ല. അൻവറിനെ പിണക്കിയാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യും. ഇതോടെ മുഖ്യമന്ത്രി ഭയപ്പാടിലായിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത്, ഗുണ്ടാബന്ധം, വിദേശയാത്രകൾ, പോലീസിനെ ഉപയോഗിച്ചുള്ള പാർട്ടി നീക്കങ്ങൾ തുടങ്ങി മുഖ്യമന്ത്രിയുടെയും ഉപജാപക സംഘത്തിൻ്റെയും കൃത്യമായ വിവരങ്ങളും തെളിവുകളും അൻവറിൻ്റെ കൈവശമുണ്ട്. അൻവറും ഇതിൻ്റെ ഭാഗമായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അൻവറിനെ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ വീണ്ടും ആരോപണം ഉയരും. ഇതോടെ അൻവറിനെ അനുനയിപ്പിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം തൻ്റെ വിശ്വസ്തരായ പി ശശി, MR അജിത് കുമാർ എന്നിവരുടെ പേരിൽ അന്വേഷണമുണ്ടായാൽ അത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെ വിരൽ ചൂണ്ടും. അൻവറിൻ്റെ ആരോപണം അന്വേഷിക്കാതിരുന്നാൽ സർക്കാരിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചത്. DGP പദവിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്നതിന് പകരം സംസ്ഥാന പോലീസ് മേധാവിയുടെ കീഴിൽ അജിത് കുമാറിന് താഴെയുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. MR അജിത് കുമാറിനെതിരെയോ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയോ അന്വേഷണം നടത്താതിരിക്കാൻ ഉത്തരവിറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദനെ കണ്ട ശേഷം അൻവർ വീണ്ടും ആരോപണം ഉന്നയിച്ചു. സ്വർണ്ണക്കടത്ത് സംഘം തെളിവുകൾ നശിപ്പിക്കുമെന്നാണ് അൻവറിൻ്റെ ആരോപണം. കൂടാതെ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ഒരുപോലെ വെട്ടിലാക്കി പാർട്ടിയാണ് വലുതെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് പാർട്ടിയുടെയും CPMനെയും കൂടുതൽ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. പി ശശിക്കെതിരായുള്ള പരാതി ചർച്ച ചെയ്യാനാകാത്ത അവസ്ഥയിലാണ് പാർട്ടിയും. ശശിക്കെതിരെ നടപടിയുണ്ടായാൽ അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്ന് വ്യക്തമാവുകയും ചെയ്യും. എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയാണ് കാരണഭൂതനിപ്പോൾ.